ഈ തിരുവനന്തപുരം ഭാഷയെ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അല്ല കുഴപ്പം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷ. അന്ന് വന്ന കാലങ്ങളിൽ ഇങ്ങനെ അഭിനയം തുടങ്ങിയ കാലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ തിരുവനന്തപുരം ഭാഷ. കാര്യം കേൾക്കണവർക്കൊക്കെ ഒരു ഇറിറ്റേഷനാണോ ദേഷ്യമാണോ, പലരും ഒന്ന് എന്തോന്ന് ഭാഷ സംസാരിക്കുന്നത് എന്തരടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ കേട്ട് അവസാനം ഞാൻ പല സിനിമകളിലും ഈ അച്ചടി ഭാഷ പോലെ സംസാരിക്കും. എന്താണ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഒരു ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നടൻ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനാണ് ഞാനപ്പം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ അണ്ണാ ഇങ്ങനെ ഈ ഭാഷ ഞാൻ കഴിയുന്നത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പകരം നീ എന്തിനു മാറ്റണം? ഇവിടെ ഓരോ അവർ ജനിച്ച നാട്ടിൻ്റെ ഭാഷ. ഇപ്പോൾ ഇന്നസെന്റ് ചേട്ടനെ നോക്ക്, പപ്പുവേട്ടനെ നോക്ക്, പിന്നെ മാമുക്കയെ നോക്ക്, അവരൊക്കെ അവർ ജനിച്ച നാടിന്റെ ഭാഷയാണ് അവർ പറയുന്നത്. അവർ ഭാഷ മാറ്റിയില്ലല്ലോ. നീ എന്തിനു പറയണം? നീ തിരുവനന്തപുരത്തുകാരനാന്നുള്ള എല്ലാവർക്കും അറിയാം. നീ നിന്റെ ഭാഷ സംസാരിച്ചാൽ മതി, മാറ്റിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഞാൻ ഇതിനെ മാറ്റേ എന്ന് തോന്നി. പിന്നെ ഞാൻ അത് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സിനിമകളിൽ നമുക്ക് കിട്ടുന്ന വേഷം, ഇപ്പോൾ ഒരു കോട്ടയത്തുകാരൻ അച്ചായൻ എന്ന് പറഞ്ഞൊരു വേഷം കിട്ടുകയാണ്, ഞാൻ കുറച്ച് നമ്മളെ കൊണ്ട് അങ്ങനെ മാറ്റാൻ ശ്രമിക്കും. പിന്നെ അങ്ങനെ പല ഭാഷകളും സംസാരിക്കാൻ ശ്രമിക്കുകയും ട്രൈ ചെയ്യുന്നുമുണ്ട്. ബുദ്ധിമുട്ട് വന്നത് കാസർഗോഡ് ഭാഷ. ഒരു സിനിമയിൽ കാസർഗോഡ് ഭാഷ സംസാരിക്കാൻ അന്ന് അത് സംസാരിച്ചു, പക്ഷെ ഭയങ്കരമായിട്ട് പാടുപെട്ടു. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കാസർഗോഡുകാരനായതുകൊണ്ട് അദ്ദേഹം അവിടെ ഡയലോഗ് പറയുന്ന സമയത്തൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ ഡബിങ് സമയത്ത് ഞാൻ അദ്ദേഹം എന്റെ കൂടെ അവിടെ നിന്ന് ഓരോ ഡയലോഗും അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചിട്ട് അത് കേട്ട് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ അപ്പോഴേ എനിക്ക് അത് വായിൽ വരണില്ല. പിന്നെ ഇപ്പോഴും അല്ല, പലതും ഞാൻ പറഞ്ഞ കാര്യം പലതും എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്തോന്ന്. അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഭാഷ. പക്ഷെ ഭയങ്കര രസമുണ്ട് അത് കേൾക്കാൻ. നമ്മള് സത്യം പറഞ്ഞാൽ രണ്ട് കാസർഗോഡുകാർ ഇരുന്ന് സംസാരിക്കണേ ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഭയങ്കര രസമാണ്. കണ്ണൂര് അതിനപ്പുറം. കോഴിക്കോട് പിന്നെ നമുക്ക് കണ്ണൂരും പിന്നെ ചിലത് വൈഫിന്റെ നാട് കണ്ണൂരാണ്. അപ്പൊ അവിടെയുള്ള ഭാഷ കുറെ നമ്മൾ സ്ഥിരം കേൾക്കണുണ്ട്. വൈഫ് ജനിച്ചു വളർന്നത് ചെന്നൈയിലായതുകൊണ്ട് വൈഫിന് അങ്ങനെ കണ്ണൂർ ഭാഷയൊന്നുമില്ല. പക്ഷെ കുറെയൊക്കെ കണ്ണൂരിന്റെ ഭാഷ വൈഫിനുണ്ട്. വൈഫിന്റെ ഫാദറിലേക്ക് കുറെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് കുറെ കൂടെ മനസ്സിലാവും. പക്ഷെ അങ്ങോട്ട് പോയാലുണ്ടല്ലോ അയ്യോ ഒരു രക്ഷയില്ല. അപ്പൊ അവരും അത് തന്നെ പറഞ്ഞു. ഇവിടെ നമ്മളെ ഭാഷ കേൾക്കുമ്പോ അവരിങ്ങനെ ഇരിക്കുന്നു, ഇത് എന്തോന്ന് ഭാഷയുടെ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല. അല്ലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാ പറയുന്നത്. അപ്പൊ 7 ഭാഷയുടെ ഇച്ചിരി ആയിരിക്കുമല്ലോ അവര് പറയുന്നത്. അതെ അത് ശരിയാ. നമുക്ക് കാസർഗോഡ് ഭാഷ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന് അതൊരു അപാര കലാകാരനാണ്. ഞാൻ സിനിമ കണ്ടിട്ട് ചില ഡയലോഗൊക്കെ പറയാൻ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടണ പോലുമില്ല. അദ്ദേഹം ഈ ചെമ്പിൽ ജനിച്ച് വളർന്ന് എറണാകുളത്ത് സ്ഥിരതാമസമുള്ള ഒരു മനുഷ്യൻ ആ ഭാഷ പറയുന്ന പറഞ്ഞാൽ അപാര കഴിവ് തന്നെയാണ്. അത് നമുക്ക് കണ്ടാസ്വദിക്കുക എന്നുള്ളതിലപ്പുറം ഒന്നും ചെയ്യാക്കില്ല. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടില്ല അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിനാണ് കണ്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹം ആ ക്യാരക്ടേഴ്സും ആ ഭാഷയും എല്ലാം വഴങ്ങുന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരം ഭാഷ സംസാരിച്ചു. അവിടെ ഒരു എത്ര ആൾക്കാരെന്ന് അറിയാമോ വരട്ടെ തിരുവനന്തപുരം ഭാഷ വരുമ്പോ കാണാൻ എങ്ങനെ ഇരിക്കണം. പക്ഷെ ആ സിനിമയിൽ തെറ്റെന്ന് പറഞ്ഞെടുക്കാൻ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പഠിച്ചു പറഞ്ഞാണെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പം ചില സ്ഥലങ്ങളില് എന്തരടേ എന്നൊക്കെ പറയണ കേൾക്കുമ്പം അതെന്നറിയാമോ ആ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ വിട്ടിട്ട് വരുന്നത് കൊണ്ടാണ്. അതൊക്കെ വളരെ മൈന്യൂട്ടാണ്. അപ്പൊ അങ്ങനെ പോലും ഒരു 90% ആൾക്കാർക്കും പറയാൻ സാധിക്കില്ല പഠിച്ചു പറയണവർക്ക്. അദ്ദേഹം അത്ര ഈസി ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, സ്വരാജ് ഹെൽപ്പ് ചെയ്തു അതിനകത്ത്. സ്വരാജ് ഹെൽപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സ്വരാജിന്റെ സിനിമ എൻട്രി ശരിക്കും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ലാംഗ്വേജ് പറയാന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജും പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈ നേരത്തെ വേണുനാഗോളി സാറിന്റെ കൂടെയുള്ള അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത്, ആ തലമുറകളിലുള്ള സിനിമാ നടന്മാരുമായിട്ടുള്ള അഭിനയം, അതിനുശേഷം ഇപ്പോഴും സ്റ്റിൽ നന്ദു കണ്ടിന്യൂ ചെയ്യുന്നു പുതിയ ന്യൂജൻ സിനിമകളിൽ. ആ സിനിമ എക്സ്പീരിയൻസിന്റെ ഒരു വ്യത്യാസം, അതുപോലെ തന്നെ അങ്ങ് കൂടെ അഭിനയിക്കുന്നവരുടെയും ഒക്കെ ആ ഒരു ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് ചായ കുടിച്ച് പിരിഞ്ഞാലോ? ഇത് ഈ ചോദ്യം ഇപ്പൊ അഭിനയിക്കുന്നവര് അപ്പൊ അഭിനയിക്കുന്നവര് എല്ലാം ഞാൻ പറയാതെ തന്നെ 3.5 കോടി ജനത്തിനും അറിയാം. പിന്നെ ഞാൻ എന്ത് പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല, ചേട്ടൻ എന്ത് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടി? അഭിനയിക്കുന്ന ആൾക്കാര്
എല്ലാം നല്ല ആൾക്കാർ തന്നെയാണ്, നല്ലൊരു അസാധ്യ അഭിനേതാക്കളാണ്. ഞാൻ അത് ഈ പറഞ്ഞാ ഒരുപാട് പേരുടെ അഭിനയിച്ചു, അവരെല്ലാം ആർക്കും ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർ മാത്രമാണോ ഇനി കുഴപ്പം? അല്ലല്ല, ചില ആൾക്കാർ എനിക്ക് വെറുതെ നമുക്ക് തോന്നും, കമ്പയർ ചെയ്യരുത്. ലാലേട്ടനും മമ്മൂക്കായിട്ടൊന്നും ലോകത്തൊരു മനുഷ്യനെ കമ്പയർ ചെയ്യരുത്. എന്തിനാ അവർ രണ്ടുപേരായിട്ട് കമ്പയർ ചെയ്യണത്? ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അവരെ ഈ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കമ്പയർ ചെയ്യരുത്. നെടുപിടി വേണു, ഇന്നസെന്റ്, അവരൊക്കെ നമ്മൾ കണ്ട് അവരുടെ ഒരു അഭിനയവും അവരുടെ രീതിയും എല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്. പപ്പുവേട്ടൻ കൂടുതൽ ഈസി ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ കൂടെ അഭിനയിക്കാനാണോ കൂടുതൽ? അതങ്ങനെ ഈസി എന്ന് പറഞ്ഞാൽ അതാ ഞാന് കയ്യും കാലം കുറച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലമാണ് അത്. അവരുടെ കൂടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തന്നെ നമുക്ക് വേറെ അല്ല മുട്ടിടിയ കാര്യം. ലാലേന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഇപ്പൊ എന്നാലും മുട്ടിടിക്കും. കാര്യം അവരിൽ നിന്ന് നമ്മൾ അവരുടെ ചില നോട്ടങ്ങൾ മതി നമ്മൾ പഠിച്ച ഡയലോഗ് മറന്നുണ്ട്. ഡയലോഗ് മറന്നു പോകുന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. വേറെ ഒന്നും ടെൻഷൻ ഇല്ല, നമുക്ക് അഭിനയിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ആ സമയത്തുള്ള അവരുടെ എനർജി ഉണ്ടല്ലോ അവരുടെ. അപ്പൊ അതൊരു പുതിയ ആൾക്കാർ ഇപ്പം പൃഥ്വിരാജ് തന്നെ അയാൾ അസാധ്യ നടനുമാണ്, അതിനേക്കാളും ഗംഭീര ഡയറക്ടറാണെന്ന് അയാൾ തെളിയിച്ചു. അപ്പം ഇവരെല്ലാം കഴിവുള്ള ആൾക്കാരാണ്, എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാരുടെ ചില ഇതിനോട് കാണിക്കുന്ന ചില ഇത് മാത്രമല്ല, ചില സമയത്തിന് വരാതിരിക്കുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവരുടെ പ്രായത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തനിയെ മാറിക്കോളും. കാര്യം ഇവര് നല്ല കഴിവുള്ളവരായതുകൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാൾ വന്നാൽ ഫസ്റ്റ് സിനിമയോട് കൂടി തന്നെ വെട്ടിക്കുക, പിന്നെ വിളിക്കില്ല. അപ്പം അയാളെ പിന്നെ ഒരാളെ വീണ്ടും വീണ്ടും വിളിച്ച് അഭിനയിക്കാനായിട്ട് വിളിക്കുകയും അയാളുടെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ അകത്ത് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടല്ലേ പോണത്. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദുശീലങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ളവൻ പോയാൽ മതി. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കൂടെ വരണവൻ ഞാൻ വിളിച്ചോണ്ടോണ്ട് എൻ്റെ ഇതുപോലെ തന്നെ വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരു സിനിമ തീർത്തുകൊണ്ടിരുന്നത് 20 ദിവസം 25 ദിവസം 30 ദിവസത്തൊക്കെ ഒരു സിനിമ തീർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരൊക്കെ ഒരു വർഷം 35 സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഒരു മാസത്തിനിടയിൽ 3 സിനിമയാണ് അഭിനയിക്കുന്നത്. 2 ദിവസം ഇവിടെ അഭിനയിക്കുക, അപ്പുറത്ത് അഭിനയിക്കും, ഇവിടെ വരും, തിരിച്ചു ഇവിടെ വരും. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് 30 സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഏത് ആർട്ടിസ്റ്റാണ് 25 സിനിമ അഭിനയിക്കുന്നത്? അല്ലെ 20 സിനിമ അഭിനയിക്കുന്ന ആരാണ്? 12 മാസമുള്ള 12 സിനിമ അഭിനയിക്കുന്ന എത്ര പേരുണ്ട്? ഹീറോ ആണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അല്ല. ഹീറോ അല്ലാത്തവർ ഇഷ്ടം പോലെ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാര്യം ഒരു സിനിമയുടെ ഷൂട്ടിങ് പണ്ട് 20 ദിവസവും 30 ദിവസം ആയിരുന്നെങ്കിൽ ഇപ്പം 60 ദിവസം 70 ദിവസമായി. കാര്യം രാവിലെ തുടങ്ങുമ്പോഴേ 7 മണി 8 മണിയാകും. കാര്യം ഇവരൊക്കെ വരണ സമയമാകുമ്പോൾ 8 മണി 8:30 മണി സമയത്ത്. മോഹൻലാൽ എന്ന് പറയുന്ന ആളിലത്തോ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിലത്തോ ഡയറക്ടറായിട്ടിരിക്കുകയാണെങ്കിൽ നാളെ രാവിലെ നമുക്ക് 5:30 ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ 5:15 ഇവിടെ എത്തും. അതാണ് അവരുടെ വ്യത്യാസം. ആ 2 നെടുംതൂണുകളെ നോക്കി ഇനിയും ഉള്ള തലമുറ പഠിക്കണം. അഭിനയം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അവരുടെ തൊഴിലിനോട് ചെയ്ത ഡെഡിക്കേഷനാണ് ഇന്നും നമ്മൾ അവരെ കാണുമ്പോൾ എഴുതി നിന്ന് തൊഴുന്നതിൻ്റെ കാര്യം. അതാണ്. അത് പഠിച്ചാൽ മാത്രം കുറേ ആൾക്കാർക്ക് മാറാൻ സാധിക്കും. മാറാത്ത പലരും ഉണ്ട്, അവർ മാറിക്കോളും, തനിയെ മാറിക്കോളും. കാര്യം അരി കിട്ടാതാവുമ്പം അവരും മാറും, അത്രേ ഉള്ളൂ. അതൊക്കെ പ്രായത്തിൻ്റെ കുഴപ്പം കൊണ്ട് പലരും പലതും കാണിക്കുന്നുണ്ട്. നമ്മളതൊന്നും അവരുടെ പേഴ്സണൽ ലൈഫിലൊന്നും ആരുടെ ഇടപെടാൻ പാടില്ല. പക്ഷേ ബേസിക്കലി ദേ ആർ ഓൾ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ആരെപ്പറ്റി എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ യങ് ജനറേഷനിലുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഗംഭീര ആക്ടേഴ്സാണ്. അവരുടെ കൂടെ പലരുടെ കൂടെയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഇവർ ഇത്രയും ഉഗ്രനായിട്ട് അഭിനയിക്കണമല്ലോ നമ്മൾ നോക്കി നിന്ന് പോകും. പിന്നെ പേഴ്സണൽ ലൈഫാണ് അവരുടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനിടയിൽ ക്ലബ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. അപ്പം 2 ജനറേഷനും ടോട്ടലി ഡിഫറെൻറ്റ്. ഈ ഒരൊറ്റ കാരണം തന്നെ നമ്മൾ മാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പം ഒരുപാട് വന്നപ്പോഴത്തേക്കും ശരിക്കും ഷൂട്ടിങ്ങിൻ്റെ ടൈം കുറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം നമ്മളെ ഷൂട്ടിംഗ് സമയം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആരിയുടെ റെഡിൻ്റെ എപ്പിക്കല്ല, അതിനേക്കാൾ ഡ്രാഗൺ, അതിനേക്കാൾ വളരെ കൂടിയ ക്യാമറാസ് ഉണ്ട്. ലേറ്റസ്റ്റ് ക്യാമറയുടെ എനിക്ക് പേരുകൾ അപ്പം കാണുമ്പോൾ മനസ്സിലാകും, പക്ഷെ പിന്നെ വിട്ടുപോകും. ആ ക്യാമറയ്ക്കൊക്കെ 0 ലൈറ്റ് ഇല്ലെങ്കിൽ ഡാർക്ക്നെസ് എടുത്താൽ പോലും എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള. അപ്പം ലൈറ്റ് അപ്പ് ചെയ്യാനുള്ള സമയം പോലും കുറഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് ലൈറ്റ് അപ്പ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ 60 ദിവസം എടുക്കുന്നത്? അപ്പം അതൊക്കെ അപ്പം ടെക്നിക്കൽ സൈഡും എല്ലാം കുറച്ച് എലാബറേറ്റായി. നമ്മൾ ബോളിവുഡിൻ്റെ സ്റ്റൈലിൽ പോയി, ബോളിവുഡുകാർ ഹോളിവുഡിൻ്റെ സ്റ്റൈലിലോട്ട് പോയി. അതാണ് ഈ വരണത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ റെക്കോർഡുകളൊന്നും ഒരു മനുഷ്യനും ബ്രേക്ക് ആക്കില്ല. നസീർ സാറ് 102 പടത്തിലത്ത് ഒരേ നായിക, 102 98 എനിക്കറിയില്ല, ഓർമ്മയില്ല.
അത്രയും പടത്തിൽ നായികയായി, 655 സിനിമയിൽ നായകനായി. ഇപ്പൊ ഇദ്ദേഹം ലാലേട്ടനും മമ്മൂക്ക അവരൊക്കെ അഭിനയിക്കുന്ന അവർക്കൊക്കെ ഓരോ റെക്കോർഡുകളുണ്ട്. ആ റെക്കോർഡൊന്നും തലകുത്തി നിന്നാൽ പോലും ആർക്കും ബ്രേക്ക് ആക്കില്ല. കാര്യം ആ കാലഘട്ടം പോയി. 20 ദിവസം 30 ദിവസത്തിനകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമയുടെ കാലഘട്ടം തീർന്നു. ഇപ്പം എല്ലാ സിനിമയും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 40 ദിവസം 45 ദിവസം എടുക്കും. ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രധാന ആർട്ടിസ്റ്റ് ഇല്ലാതെ ചെറിയ ആൾക്കാരെ ചെയ്യുന്ന സിനിമ പോലും 35 ദിവസം 40 ദിവസം ഷൂട്ട് ചെയ്യും. അപ്പം അപൂർവം ചില സിനിമകളാണ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ ഡയറക്ടേഴ്സിനെ നോക്കുമ്പോൾ അവരാണ് പെട്ടെന്ന് തീർക്കുന്നത് പലപ്പോഴും. അപ്പോൾ പുതിയതായിട്ട് വരണവർ കുറച്ച് ടൈം എടുത്ത് ചെയ്യും. അവരെ കുറ്റം പറയേണ്ടതല്ല. അവർ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ വളരെ കോൺഷ്യസ് ആയിരിക്കും. കാര്യം അവരുടെ ലൈഫാണ്, ഒറ്റ സിനിമ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ്. ആ സിനിമ പോയാൽ അവരുടെ ലൈഫ് പോയി. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ഇതിങ്ങനെ വന്നാൽ ശരിയാവും, അങ്ങനെ വന്നാൽ ശരിയാവും എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും സമയം പോകും. പണ്ട് അവരെ കുറ്റം പറയാക്കില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് എല്ലാം മാറി, സ്വഭാവങ്ങൾ മാറി. കാരവൻ സംസ്കാരം വന്നു. അതിന് തങ്ങളിൽ കാണുന്നത് ഷോട്ട് എടുക്കുന്ന സമയത്താണ്. മറ്റേത് ഷോട്ട് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പം പല കാര്യങ്ങളും പറയും. അപ്പം ഷോട്ടിലെ സീനിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പം ഇംപ്രമൈസ് ചെയ്യും, അത് അതിനകത്ത് കാണിക്കും, അത് ഗംഭീരമാകും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പം ഈ മാറ്റം വന്നു. അപ്പം ഇതിനെക്കാട്ടിലും അടുത്ത മാറ്റത്തിലേക്ക് പോകുമ്പോഴാണ് ഡേഞ്ചർ. അതിനാണ് അവിടെ ഹോളിവുഡിൽ സമരം നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കും, നമ്മളെ വേണ്ട, നമ്മുടെ ഇത് മാത്രം ഫോട്ടോ ഇന്ന് പിക്സൽസ് മാത്രം എടുത്താൽ മതി. ബാക്കി അഭിനയവും സൗണ്ടും എല്ലാം അവരൊരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ തീർന്നു, ബാക്കി അവർ നോക്കിക്കോളൂ. വെച്ചാൽ അവർ തന്നെ സൗണ്ട് ബാക്കി ഉണ്ടാക്കിക്കോളൂ. അതുകൊണ്ടാണ് സമരം നടക്കുന്നത്. അവര് ഇപ്പൊ അമേരിക്കൻ ആക്ടേഴ്സ് ഗിൽഡ് പോലും അതിന്റെ കൂടെ ചേർന്നതിന്റെ കാര്യം ഇതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവരുടെ സമരത്തിന്റെ കാരണം ശമ്പളത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് ഒരു മേജർ ഐറ്റമായിട്ട് അവരെടുത്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സിനിമയിലോട്ട് അധികം കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് അതും കൂടെ നടക്കുകയാണ്. നമ്മൾ നോക്കിയിട്ട് എല്ലാത്തിനകത്തും നമ്മൾ ഇവിടെ തന്നെ കണ്ടില്ലേ. ഇപ്പം നമ്മളെ ഈ ലാലേട്ടന്റെ ഇതൊക്കെ വെച്ച് ഗോഡ് ഫാദർ സിനിമയുടെ ഇത് കാണിച്ച കണ്ടില്ലേ, ഒരു ക്ലിപ്പ് കണ്ടില്ലേ? ഗോഡ് ഫാദർ സിനിമയിൽ മാർലൺ ബ്രാൻഡെ മാറ്റിയിട്ട് ഫഹദ് ഫാസിൽ വരൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര വൈറലായിട്ട് ഓടിയല്ലോ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് കണ്ടറിയാം. പക്ഷെ കാലക്രമേണ അത് പുരോഗമിച്ചു വരുമ്പോൾ കാര്യം എക്സ്പെരിമെന്റ്സും ഇതും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, റിസർച്ച് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എത്ര പെട്ടെന്ന് വരുമെന്ന് അറിയില്ല. ഒരു മാസം, ഒരു വർഷമോ അല്ല ഒരു 5 വർഷത്തിനകത്തോ പുതിയ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സിനിമയ്ക്ക് വേണ്ട, നിങ്ങളെ വേണ്ട, നമ്മൾ തന്നെ നിങ്ങളെ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ടെക്നിക്കലി ഇത് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ കാശുണ്ടാക്കൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മോഹവും തരാം. അതിന് നമ്മളിപ്പോൾ സിനിമയിൽ വാങ്ങിക്കണ കാശോ അല്ല അതിനെക്കാളും കൂടുതലോ തരണം. അതല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വരണം. അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് പ്രശ്നത്തിലാവും. യാതൊരു സംശയവുമില്ല. നമ്മൾ ഇതിനെതിരായിട്ട് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലത് തന്നെ ഒരു പരിധി വരെ. ഇപ്പൊ കണ്ടില്ലേ, ഭയങ്കര ഫ്രോഡ് കാണിച്ച ഒരാളെ പറ്റിച്ചിട്ട് പൈസ അടിച്ചിട്ട് പോയില്ലേ, ഇപ്പൊ അത് വലിയ വിഷയമായില്ലേ. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് മാറാനൊന്നും നിമിഷങ്ങൾ മതി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സിനിമയെ ബാധിച്ചു കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്നുള്ളതാണ്. എനിവേ, എന്തായാലും ഓണവിശേഷങ്ങളിൽ നമ്മൾ തുടങ്ങി. നന്ദുവേട്ടനെ കുറിച്ചിട്ടുള്ള ബാല്യകാലം മുതൽ നമ്മൾ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എന്തായാലും ഈ ചെറിയൊരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എനിവേ, ഹാപ്പി ഓണം. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. യോഗനാഥൻ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഗോഡ് ബ്ലസ് യു ആൾ.